Hi everyone, Assalamualaikum. Welcome to Fathimas kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ടൊമാറ്റോ സോസിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നല്ല പഴുത്ത തക്കാളിയാണ്. നല്ല കളറുള്ള പഴുത്ത തക്കാളി ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനുശേഷം അതിനെ പീസാക്കണം. ഉള്ളിലുള്ള അരികളെല്ലാം വേർതിരിക്കണം. അങ്ങനെ എല്ലാം ചെറിയ ചെറിയ പീസാക്കി വെക്കുക. അങ്ങനെ ഉള്ളിലുള്ള എല്ലാ വേസ്റ്റും മാറ്റിയതിന് ശേഷം പീസാക്കിയതിനെ നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അരിഞ്ഞു വെച്ച തക്കാളിയെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളി അല്ലികൾ ഇട്ട് കൊടുത്ത് ഒരു ചെറിയ സവാളയുടെ കഷ്ണവും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. വളരെ കുറച്ച് വെള്ളം മതി. ഒരു വിസിലടിച്ചതിന് ശേഷം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇട്ട് വെച്ചിരുന്ന പട്ട ഗ്രാമ്പു എല്ലാം മാറ്റിയതിന് ശേഷം തണുക്കാൻ വയ്ക്കണം. തണുത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക്, കാശ്മീരി ചില്ലി അതിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് റെഡിയാക്കിയാൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ടൊമാറ്റോ സോസ് വീടുകളിൽ റെഡിയാക്കുന്നതാണ്. പക്ഷേ ഉള്ളിലുള്ള വേസ്റ്റേജ് നീക്കിയിട്ട് റെഡിയാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കണം. പകുതി കഴിയുമ്പോൾ മാത്രമേ വിനാഗിരി ചേർക്കാവൂ. അപ്പോൾ പെട്ടെന്ന് റെഡിയാകും. ഇനി വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സെറ്റായി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേ പരുവത്തിൽ നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് റെഡിയാക്കാൻ നോക്കാം. നമുക്ക് ഗാർലിക് സോസ് വളരെ പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വെള്ളമൊന്നും ഇല്ലാത്ത നല്ലോണം തുടച്ചെടുത്ത ഒരു മിക്സി എടുക്കുക. അതിലേക്ക് 1 പിടി വെളുത്തുള്ളി ചതച്ചിടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞു വെച്ചതുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് പേസ്റ്റായി വന്നിട്ടുണ്ട് വെളുത്തുള്ളി. അതിലേക്ക് 2 എഗ് വൈറ്റ് എടുത്ത് വെച്ചിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനിയും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഓയിൽ എടുത്ത് വെച്ചതിൽ നിന്ന് കുറേശ്ശെ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.